എഡ്യൂഹബിലേക്ക് ആദ്യ ചുവട് ശിലപാകി മന്ത്രി വീണ ജോർജ്. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. ആധുനിക കാലത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം വല്ലനയിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിന് എല്ലാ പിന്തുണയുമെന്ന് മന്ത്രി വീണ ജോർജ്. നാടിന്റെ വികസനത്തിനുള്ള പരിശ്രമങ്ങൾക്കും ഒപ്പമുണ്ടെന്ന് ആന്റണി എം പി. അതിപ്രാചീന പഠന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്ന ആറന്മുളയുടെ വിളിപ്പാടകലുള്ള വല്ലനയിലാണ് പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് തുടക്കമിട്ടത്. ഒരു കുടക്കീഴിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൊണ്ടുവരാനുള്ള ആദ്യ ചുവടുവെപ്പാണിത്. മധ്യ തിരുവിതാംകൂറിന്റെ പ്രാചീന വിദ്യാഭ്യാസ പൈതൃകം വീണ്ടെടുക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. ഈ ലക്ഷ്യത്തിലേക്കുള്ള തുടക്കമാണ് റാവുത്തർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ശിലാസ്ഥാപനത്തിലൂടെ വല്ലനയിൽ ആരംഭിച്ചത്. കെട്ടിട സമുച്ചയ ശിലാസ്ഥാപനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യക്ക് തന്നെ മാതൃകയായ നിരവധി നേട്ടങ്ങൾക്കാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നതെന്ന് ശിലാസ്ഥാപനം നിർവഹിച്ച മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഈ രംഗത്ത് റാവുത്തർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. വളരെ വലിയൊരു വിഷനോടുകൂടിയാണ് APJ അബ്ദുൽ കലാം ഫൗണ്ടേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹ്യ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാധ്യമാക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി ആ ഒരു ലക്ഷ്യം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. നമ്മുടെ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, വല്ലനയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വല്ലനയുടെ മാത്രമല്ല ആറന്മുളയുടെയും പത്തനംതിട്ട ജില്ലയുടെ പൊതുവെയും സാമൂഹിക വിദ്യാഭ്യാസ പുരോഗതിയിൽ ഫൗണ്ടേഷൻ്റെ ഈ ഒരു ഇടപെടൽ വലിയ രീതിയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരുവിധമായ സംശയവുമില്ല. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി സാധ്യതകൾ കുറയുന്ന കാലമാണിത്. ജന്മനാട്ടിൽ കാലുറപ്പിച്ചു നിന്ന് വിജയം കൊയ്യാൻ യുവതലമുറയെ പ്രാപ്തമാക്കാൻ കഴിയണമെന്ന് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത ആന്റണി എം പി പറഞ്ഞു. മുമ്പൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് എന്ത് പഠിപ്പിച്ചാൽ ഗൾഫിലൊരു ജോലി കിട്ടും, എന്ത് പഠിപ്പിച്ചാൽ കുട്ടികളെ വിദേശത്തേക്ക് പറഞ്ഞയക്കാൻ കഴിയുമെന്നുള്ള ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ്. അവിടെ തൊഴിലവസരങ്ങൾ പരിമിതമാകുമ്പോൾ, തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾ മടങ്ങുമ്പോൾ നമുക്കിന്ന് ആവശ്യം ഈ മണ്ണിൽ കാലുറപ്പിച്ച് നിന്ന് ഇവിടെ ജീവിത വിജയം നേടാൻ കഴിയുന്ന മികച്ച ഇന്നോവേറ്റീവ് സ്കില്ലുള്ള ഓൺട്രപ്രണർഷിപ്പുള്ള ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വരിക എന്നുള്ളതാണ്. AI, ആരോഗ്യമടക്കം ജോലി സാധ്യതയുള്ള വിവിധ മേഖലകളിൽ പുതുതലമുറ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ പഠിപ്പിക്കുന്ന വിപുലമായ സംവിധാനങ്ങളാണ് ഇവിടെ തുടങ്ങിയത്. ഇതിനാവശ്യമായി 50,000 ചതുരശ്ര മീറ്റർ ചുറ്റളവുള്ള കെട്ടിടമാണ് നിർമ്മിക്കുക. അതിന്റെ ആദ്യഘട്ടത്തിന്റെ ശിലാസ്ഥാപനമാണ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചത്. ചടങ്ങിൽ APJ അബ്ദുൽ കലാം ഫൗണ്ടേഷൻ ചെയർമാൻ M. അബ്ദുൽ സലാം അധ്യക്ഷനായി. ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി E. ഷിഹാബുദ്ദീൻ, മാനേജിംഗ് ട്രസ്റ്റി ഷാജഹാൻ റാവുത്തർ. ഇനിയും ടൗണുകളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് പഠിക്കണം, അതിനുള്ള സൗകര്യം നമ്മൾ ഇവിടെ ഉണ്ടാക്കണം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരും. നമുക്ക് നിലവാരമുള്ള സ്ഥാപനങ്ങൾ, അതായത് നാളെ ഒരു നഴ്സിംഗ് കോളേജ് ആയിക്കോട്ടെ, ഫാർമസി കോളേജ് ആയിക്കോട്ടെ, ഇവിടെ വന്ന് പഠിച്ചു ഇറങ്ങി അവരിവിടെ ഡിഗ്രിയുമായി പുറത്തു പോകുമ്പോൾ അവർ നാട്ടിൽ ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും ജോലി ചെയ്യും. ആ ലോകം മുഴുവൻ, ആ ലോകത്തിന് വേണ്ടി നമ്മുടെ നാടിന് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമാണ് നമ്മളപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ നാടിനെക്കുറിച്ച് ലോകം അറിയും. ഇത് ഒരു സിറ്റിയായി ക്രമേണ വളരുകയും ചെയ്യും. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു എഡ്യൂക്കേഷൻ സിറ്റിയും ഒരു വെൽനസ് സിറ്റിയുമാണ്. SA വാഹിദ്, താഹ സാഹിബ്, അഡ്വക്കേറ്റ് അൻസലാഹ് മുഹമ്മദ്, K. ശിവപ്രസാദ്, ബാബു തോമസ്, അഡ്വക്കേറ്റ് PB ഹർഷകുമാർ, മുഹമ്മദ് ഇബ്രാഹിം, M. അബ്ദുൾ മജീദ്, ഡോക്ടർ സുജാ ബീഗം, ജേക്കബ് സക്കറിയ, വിൽസി ബാബു, TM ജലാലുദ്ദീൻ റാവുത്തർ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ KRV പണിക്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി. 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട സൂര്യ, വിശ്വാസത്തിന്റെ സുവർണമുദ്ര. ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ഡിസൈനുകളും മികച്ച കളക്ഷനുമായി സൂര്യ ജുവലേഴ്സ്. സൂര്യ ടവർ, കോട്ട. ഫോൺ 9446918447. മാർക്കറ്റ് റോഡ്, ചെങ്ങന്നൂർ. ഫോൺ 9188803071.